ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, എൻ്റെ ഓൻ്റെ ഫേസ് കട്ട് ഒരുപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ ഞാൻ ഇവൻ്റെ ചേച്ചിയാണെന്ന് വിചാരിച്ച് വെച്ചിട്ടില്ലേ. മമ്മൂന് എന്നെ കാണാൻ ഒരുപോലെ ഉണ്ട്, നിങ്ങൾ മമ്മൂൻ്റെ ഇത്താത്തല്ലേ എന്നുള്ള കമൻറ്റ്സ് എനിക്ക് ഡെയിലി കിട്ടുന്നതാണ്. ഞാൻ എപ്പോൾ ഒമ്മികളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും അവരെന്നോട് ചോദിക്കുന്നത് നിങ്ങൾ മമ്മൂൻ്റെ ഇത്താത്തല്ലേ എന്നാണ്. ഇപ്പം മമ്മൂൻ്റെ ഇഷ്യൂ ഇത്രയും കത്തിക്കയറി നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ DMസും കാര്യങ്ങളെല്ലാം ലൈക്ക് റിലേറ്റഡ് ടു ദിസ്. നിങ്ങളിപ്പോൾ ഇടുന്ന കമൻസിൽ തന്നെ സംസാരിക്കാൻ പറയാനല്ലോ ചെയ്യുന്നില്ല. ഇതേ സാധനങ്ങൾ കുറച്ച് ക്രൂഷ്യലായിട്ടാണ് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത്. നീയല്ല എടുത്ത് ഇത്താത്തിയാണ്, ഇങ്ങനത്തെ എല്ലാം ഒരുത്തനാണോ അന്യനായിട്ട് കൊണ്ട് നടക്കുന്നത്, പെണ്ണുങ്ങൾക്കെല്ലാം എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയോ കമൻസും മെസ്സേജസുമാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവരെ നമ്മൾ ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. എൻ്റെ ഏജ് വെച്ചിട്ട് അവൻ എനിക്ക് അനിയനെ പോലെയാണ്. പിന്നെ തൊപ്പി അവരെല്ലാം ഒപ്പരമില്ല ചെക്കനാണ്. ഞാൻ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് എനിക്ക് എൻ്റെ അനിയൻ്റെ പ്രായം അവനുള്ളൂ. പക്ഷെ ഞാനും അവനും തമ്മിൽ നേരിട്ട് ബന്ധമുള്ള ആൾക്കാർ എൻ്റെ അനിയനും അല്ല. എൻ്റെ അനിയനാണ് ഇവൻ. എന്നിട്ടാണ് ഈ ഒരു പരിപാടി അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാലൊടിച്ചിട്ട് ഞാനിവിടെ ഉമ്മൂലൊക്കെ ഇട്ടിട്ടുണ്ടായിട്ട്. അത് വേറെ കാര്യം. എൻ്റെ അനിയനും അങ്ങനത്തെ പണിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ടെങ്കിലും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആരായിട്ടുണ്ടെങ്കിലും ഞാൻ മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മമ്മു അതുപോലെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ അടുത്ത്. അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് ഞാൻ സംസാരിക്കും. നിങ്ങൾ അനിയനായതുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാത്തതാണോ എന്നുടക്കം ചോദിച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ PC ഉണ്ടായിരുന്നില്ല. ഞാൻ ലൈവ് ചെയ്തേനെ. ഈ സംഭവത്തിന് എന്നെ റിയാക്ട് ചെയ്യാൻ കേരളത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാനായിരിക്കും. ബാക്കി എല്ലാവരും ഇവനെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും പറ്റില്ല. ഞാൻ പറയാതിരുന്ന റീസൺ ഇതാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ PC ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് കണ്ണൂരാണ് ഉണ്ടായിരുന്നത്. മിനിയാന്ന് പോയതാണ്. അതിനുശേഷം ഞാനിവിടെ ഉണ്ടായിട്ട് ഇന്നാണ് ഞാനിവിടെ എത്തിയിട്ട് ഇടുന്നത്. ഈ സാധനങ്ങൾ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത് ഇന്നാണ്. ഓക്കെ, സോ എങ്ങനെല്ലാം പറ്റണമെങ്കിൽ ഓൻ പറഞ്ഞ കാര്യം ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ന്യായീകരിക്കാൻ പറ്റൂല. അത് ഏത് കോർണറിൽ നിന്ന് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവനെ മാത്രം ഞാൻ കുറ്റം പറയില്ല. നമ്മൾ ആ പറഞ്ഞ ആങ്കർ ആ പുള്ളിക്കാരും എന്ത് ചെയ്തു വെച്ചാൽ ആ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു അവരുടെ വർക്കിൻ്റെ ഭാഗമാണത്. പക്ഷെ ആ ചോദിച്ച ചോദ്യങ്ങൾ അതൊരുമാതിരി മറ്റെടുത്ത ചോദ്യങ്ങളായിപ്പോയി. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ കുത്തി ചോദിക്കേണ്ട സാധനമായിപ്പോയി. പിന്നീട് നൈനിഷ അതിന് സോറി പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായി. ഐ തിങ്ക് ഒരാൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. അതിന് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കട്ടെ. പിന്നെ മമ്മൂൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂൻ തെറ്റ് പറ്റിയെന്നുകൊണ്ട് തൊപ്പീൻ്റെ ലൈവിലിരുന്ന് കരയുന്ന ഇതാക്കുന്നതിനെ കണ്ടു. പക്ഷേ അവൻ കരയുന്നൊക്കെ കണ്ടു. എന്തുകൊണ്ട് എനിക്കത് ഡൈജസ്റ്റ് ആയില്ല. അത് ചിലപ്പോൾ സത്യമായിട്ടായിരിക്കും അവൻ കരയുന്നത്, ചിലപ്പോൾ അല്ലാതായിരിക്കാം എനിക്ക്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് തോന്നി. എൻ്റെ സാധനം ഭയങ്കര ഒരു വെള്ളപൂശൽ പോലെ തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തെങ്കിലും ബന്ധങ്ങൾ വെച്ചിട്ട് പറയാണ്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അതിൻ്റെ പേരിൽ പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ പേടിയുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ പേടിയുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കുറച്ച് നാൾ മുമ്പ് മറ്റേ കോൺട്രവേഴ്സിലൊന്നും ആവില്ലായിരുന്നു. എന്ത് കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ നല്ല ധൈര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനെക്കാട്ടും വലിയ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ പേരിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി വരണ്ട. ഞാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. ഈ കാര്യത്തിൽ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ആ ആങ്കറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പം കറൻ്റ്ലി നടക്കുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി മീഡിയ ഈ സാധനം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നവർക്ക് എന്തോ കോപ്പിറൈറ്റ് കൊടുക്കുന്നു എന്തൊക്കെയോ അവർ പറഞ്ഞിട്ടുണ്ട്, സ്ട്രൈക്ക് അടിച്ച് കൊടുക്കുന്നൊക്കെ. പിന്നെ നൈനിഷ ഇതിനെ തുറന്നിട്ട് ഭയങ്കര കരഞ്ഞുകൊണ്ട് ഒരു അപ്പോളജി ചെയ്യുന്നൊരു വീഡിയോ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ഇറ്റ് റിയലായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതുപോലുള്ള ആങ്കേഴ്സിന് അവരായിരിക്കും എപ്പോഴും ബലിയാടാവുക ബേസിക്കലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇതുപോലുള്ള ചാനൽസൊക്കെ ഇൻ്റർവ്യൂസ് എടുക്കുന്നത് ഡെഫിനറ്റ്ലി അവർക്ക് റീച്ചിന് വേണ്ടി തന്നെയാണ് എടുക്കുന്നത്. ആരുടെ ഇൻ്റർവ്യൂ ആയിട്ടുണ്ടെങ്കിൽ ആ എടുക്കുന്ന ആൾക്കും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കും ഇൻ്റർവ്യൂ കൊടുക്കുന്ന എന്തായാലും അവർക്ക് രണ്ട് പക്ഷക്കാർക്കും റീച്ച് തന്നെയാണ്. ബിഹൈൻഡ് ഒരു 5 ഇൻ്റർവ്യൂ എന്തോ ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് പേഴ്സണലി മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് എന്തെങ്കിലും നെഗായിട്ടുള്ള സാധനങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള നെഗായിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതിനെ കുത്തി ചോദിക്കും. അത് എല്ലാ ഇൻ്റർവ്യൂവിലും സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ തൊപ്പിൻ്റെ ഒരു പോഡ്കാസ്റ്റ് കണ്ടു. അതിനകത്ത് പിന്നെ BM എടുക്കാനുള്ള റീസൺ എന്താന്ന് പിന്നെയും കുത്തി ചോദിക്കുന്നുണ്ട്. പക്ഷെ തൊപ്പി അതിനെ ഭയങ്കര മെച്ചോർഡായിട്ട് ഡീൽ ചെയ്ത് അത് ആരും മെൻഷനേ ചെയ്യാണ്ട് കാസ്ട്രോണ്ട് ഇഷ്യൂ അതൊന്നും മെൻഷനേ ചെയ്യാണ്ട് ആ സാധനം കൊണ്ടുപോയി. ആ പേരെ മെൻഷൻ ചെയ്യും. പക്ഷെ ആ ആങ്കർ പിന്നെയും കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഇതാക്കാൻ വേണ്ടി. കാരണം അവർക്കത് കിട്ടുന്നത് അവർക്ക് റീച്ചാണ്. നാളെ അവർ ക്ലിപ്പാക്കി ഇടേണ്ട സാധനമാണത്. അതേപോലെ മമ്മൂൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നാളെ ഒരു സാധനം റീൽ ഇറങ്ങേണ്ട സാധനമാണ് അവർ കുത്തി ചോദിക്കുന്നത്. കാരണം ചിലപ്പോൾ അവർക്ക് ബാക്കിൽ നിന്നുള്ള ഇത് അങ്ങനത്തെ സാധനം നമുക്ക് കിട്ടണം എന്നുള്ള സാധനം ഓൾറെഡി അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും ബാക്കിൽ നിന്ന്. അവരവരുടെ പണിയാണ് ചെയ്യുന്നത്. പക്ഷെ ആ പണി ചെയ്യുമ്പോൾ
അവർക്കൊരു ഇത് വെക്കാറുണ്ട്, മിനിമം സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ചോദിക്കായിരുന്നു. പിന്നീട് അവർക്കത് അവരുടെ തെറ്റ് മനസ്സിലായി, അവർ കരഞ്ഞുകൊണ്ടത് അപ്പോളജിയും ചെയ്തു. ഇവനും അതേ സാധനം ചെയ്തു, കരഞ്ഞ് നിലവേറും കൊടുത്ത് തൊപ്പിൻ്റെ സ്ട്രീമിൽ 1.5 മണിക്കൂർ ഇരുന്ന് കരയുന്നുണ്ടു. പക്ഷെ അത്രയും മണിക്കൂർ ഇരുന്ന് കരയുന്നതൊക്കെ കണ്ടപ്പം ഐ ഫെൽറ്റ് ഇത് റിയലാണോ അല്ലയോ എന്ന് തോന്നിപ്പോയി. അതിൽ ഡൗട്ട്, എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞതിന് പ്രശ്നമില്ലല്ലോ, അതിൽ എനിക്കൊന്നും തോന്നില്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ ഒരു ടീനേജർ ബോയ് എന്നുള്ള നിലയിൽ അവൻ്റെ ആ ചെറിയ പ്രായത്തിൽ ഇവനിങ്ങനത്തെ ചെയ്തു എന്ന് പറയുന്നത് അത് ഭയങ്കര ഹീറോയിക്കായിട്ട് അവതരിപ്പിക്കുന്ന സാധനത്തിന് ഒരിക്കലും അതിനെ ഇതാക്കാൻ വേണ്ടി പറ്റില്ലടാ, ഗ്ലോറിഫൈ ചെയ്ത് പറയാൻ, അല്ലെങ്കിൽ ആ ക്യൂരിയോസിറ്റി ഉണ്ട് ഒരിക്കലും അത് ഇതാക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെക്കൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിനുള്ള റീസൺ നമ്മുടെ സൊസൈറ്റിയും കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ടുള്ള കുറേ സിനിമകളിലെല്ലാം പിന്നെ ഹീറോ പോയിട്ട് ഹീറോയിൻസിൻ്റെ ഡ്രസ്സ് മാറുന്ന സാധനങ്ങൾ പിന്നെ കാണിക്കുക, പിന്നെ കുളിച്ച് എത്തി നോക്കുന്ന സാധനങ്ങൾ കാണിക്കുക. പണ്ടത്തെ മൂവീസിലൊക്കെ ഇതൊക്കെ ഭയങ്കര ഹീറോ ആയിരിക്കും ചെയ്യുന്നത്. അത് ഭയങ്കര ഫണ്ണി മൊമെൻറ്റ്സ് ആയിട്ടാണ് നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ സിനിമകളൊക്കെ കണ്ടു വളർന്ന ഒരു ചെക്കൻ എന്നുള്ള നിലയിൽ ഞാൻ അന്നേരം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആ മൈൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ മണ്ടത്തരമാണ് പറയുന്നത്. മണ്ടത്തരം മാത്രമല്ല, അതൊരു ഒഫൻസ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന സാധനം. ഒരു സ്ത്രീ വിരുദ്ധത കൂടിയാണ് ആ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിയില്ലാണ്ട് നിൽക്കുമ്പോൾ എതിരെ നിൽക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ട, അല്ലെങ്കിൽ അത് ആ പറഞ്ഞ തെറ്റാണ്, അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാണ്ടിരിക്കുകയാണ് നല്ലതെന്നില്ല ബോധമില്ല ഒരാൾ, അതിനെന്ത് ചെയ്യും? എതിർക്കും. അത് നേരെ ഓപ്പോസിറ്റ്. ഇത് കുറച്ചുകൂടെ കുത്തിക്കഴിഞ്ഞാൽ നാളത്തേക്കുള്ള ഷോർട്സ് ആവുമെന്ന് വിചാരിച്ചതാണ്. നൈനീഷേൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക്. അതിന് പുള്ളിക്കാർ സോറി പറ്റുണ്ടെങ്കിൽ അതിപ്പോൾ ആ ഒരു വിഷയം ഏകദേശം, മാത്രമല്ല അവർ ആ വീഡിയോ കളഞ്ഞിട്ടുമുണ്ട്. ഞാൻ അവരെ ഇതാക്കിയിട്ട് പറയുന്നതല്ല, രണ്ടാൾക്കാരെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ തോന്നുന്ന കാര്യം എനിക്ക് ബേസിക്കലി. എന്ന് വെച്ചിട്ട് ഇവനെതിരെ ഞാനൊന്നും സംസാരിച്ചില്ല, നിങ്ങൾ അനിയനെ ആയതുകൊണ്ടല്ലേ സംസാരിക്കാത്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ നെഞ്ചത്ത് കയറണ്ട. ഞാൻ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് സംസാരിക്കാൻ പേടിയില്ല ഒരാളാണെങ്കിൽ ഇതിനെക്കാട്ടും വലിയ സാധനങ്ങൾ ഞാൻ എൻ്റെ തലയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. കൗത്തിൽ പാമ്പ് ചുറ്റിയ കണക്കത്തെ വേറെ കുറേ വിവാദങ്ങൾ എൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. അതിന് ഞാൻ നിൽക്കട്ടില്ല. ഇതിൽ കുഞ്ഞെത്ര ചെറിയ ചെക്കനാണ് ഇതിൻ്റെ പേരിൽ ഇത് ചെയ്യാൻ ആര് ബാക്കിയില്ല ഇതൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടി. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഒരു കാര്യം പറയട്ടെ, മമ്മു എന്ന് പറഞ്ഞ ഒരാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇവൻ തൊപ്പീൻ്റെ ലൈവിൽ വന്നതിന് ശേഷം പല വൃത്തികെട്ട സാധനങ്ങൾ ഇവൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല. ഇന്നലെ ഇവൻ്റെ പഴയ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കുന്ന കണ്ടു ആരൊക്കെയോ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി മുതൽ എല്ലാം കറക്റ്റായിട്ട് കുക്ക് ചെയ്തോളാം, എല്ലാം സെറ്റാക്കാം, എനിക്കൊരു കളി തരുമോ, എനിക്ക് ഒരു 1500 രൂപയെല്ലാം കൊടുത്താൽ എനിക്ക് കളി കിട്ടൂല, എനിക്ക് ഇവിടുന്ന് ഒരു കളി സെറ്റാക്കിത്താൽ ഞാൻ ദിവസം 3 പ്രാവശ്യം വാണം വിടുന്നുണ്ട്, അതിനെങ്ങാട്ട് സുഖം ഉണ്ടാവില്ല ഒരു കളി വെച്ചാൽ ഞാനെല്ലാം ചെയ്തോളാം. ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനാണ് ഓരോ ലൈവിൽ. ഇത് മാത്രമല്ല, ഈ ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ടുള്ള ഈ പോർഷൻ മാത്രമല്ല, പഴയ സാധനങ്ങളും കുത്തി പൊങ്ങുന്നുണ്ട് ഇപ്പം. എന്ന് വെച്ചിട്ട് ഈ സാധനത്തിനൊന്നും സപ്പോർട്ട് ചെയ്യാണ്ട് ഞാൻ നിൽക്കൂല. നിങ്ങളെല്ലാവരും കൂടെ തന്നൊരു ലേബലാണ് മമ്മു എൻ്റെ ബ്രദർ എന്നില്ല, അല്ലാണ്ട് നമ്മൾ ബ്ലഡ് റിലേഷൻ ഇല്ല. എന്ന് വെച്ചിട്ട് ഞാൻ അവനെ ഇതിന് മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ നെഗടിക്കുന്നതല്ല. ഞാൻ ഏത് കാര്യത്തിന് ആരെടുത്തായിട്ടുണ്ട്, ഇപ്പോൾ തൊപ്പിയായിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ സംസാരിക്കും. നമുക്ക് അതിനൊരിതുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ പറഞ്ഞ കാര്യത്തിനെ ന്യായീകരിക്കാൻ പറ്റില്ല. എനിവേ അവന് കുറച്ച് ബുദ്ധി വരട്ടെ. അവൻ്റെ കൂടെയുള്ള ആൾക്കാർ തൊപ്പിയൊക്കെ ഇപ്പോൾ ഒരുപാട് മെച്ചോർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എന്താ പറയുക, എല്ലാം മാറിയിട്ട് അവന് കാര്യങ്ങൾ മനസ്സിലാവട്ടെ. ഇനി അങ്ങോട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കട്ടെ. തീർച്ചയായിട്ടും അവൻ എൻ്റെ ബ്രദറായിട്ടുണ്ടെങ്കിൽ അവൻ്റെ 2 കാലം തച്ചൊടിച്ചിട്ട് ഇവിടെ മൂലൊക്കെ ഇട്ടിട്ടുണ്ടായിട്ട് ഞാൻ ഉറപ്പായിട്ട്, അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണത്. അവനെ ഒന്നുകിൽ ഇവനുണ്ടല്ല, അവന് ഒരു മെഡിക്കൽ കെയർ കിട്ടേണ്ട ഒരു അസുഖം വല്ലതുമായിട്ട് മാറുന്ന ഒരു സീരിയസ്ലി ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ട ഒരു ഇതിലോട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത്. എന്ന് വെച്ചാൽ ഒരു ടീനേജറിന് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാകുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഇത്രയും പീക്ക് ലെവലിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നുകിൽ അവൻ്റെ പാസ്റ്റ് ട്രോമ കൊണ്ടൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവന് എന്നാ ടെലഗ്രാം ഗ്രൂപ്പിൽ അതിലൊക്കെ കയറി, അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ പിള്ളേരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് ഈ എക്സ്ട്രീം ലെവലോട്ട് എത്തിയും അത് എത്തിയിട്ട് പുറത്തത് ഭയങ്കര ഹീറോയിക്കായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. മനസ്സിലായോ?